പക്ഷെ ഇപ്പൊ നോക്കുമല്ലോ ശരിക്കും ഒരു രസമില്ലായിരുന്നു. ആ ഒരു സ്റ്റൈലുള്ള ഫോട്ടോ ഞാൻ അന്നേരം ഒരു ഋത്തിക് റോഷൻ ആയിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു റീൽ കണ്ടിട്ടുണ്ടോ അതിന് ശേഷം അപ്പൊ ആ ഒരു സാധനം. ഞാൻ സെലിബ്രിറ്റീസ് ഒക്കെ പറയുന്നുണ്ട് സക്സസ്ഫുൾ മാരേജ് ലൈഫിന്റെ ഇതെന്താ, ലിസൺ ടു യുവർ വൈഫ്. പറയണ 2 വാക്ക് പൊക്കി പറയും. ഭർത്താവാണ് വേദന എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ കഴിക്കട ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ മാറി ഇതിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു സാരി ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു, ആൻഡ് അതൊരു ഭയങ്കര സക്സസ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നു. സോ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്, ഈ ഒരു തോട്ടിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ഇത് തന്നെ പോരാ, നമുക്ക് എക്സ്ട്രാ ഒരു ഇൻകം കൂടെ വേണം, അല്ലെങ്കിൽ ഒരു ഫീൽഡും കൂടെ വേണം, അങ്ങനെ ഒരു തോട്ട് വരാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ശരിക്കും ആരുടെ ഐഡിയ ആയിരുന്നു? മിറിയുടെ ഐഡിയ ആയിരുന്നോ? അത് ആക്ച്വലി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 2 പേരുടെ നമ്മുടെ ഒരു സക്സസ് സാധനം എന്നറിയോ, നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നതും മെറി ചിന്തിക്കുന്നതും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അത് നമ്മൾ ചില സമയത്ത് പറയുന്നത് തന്നെ ഒരുമിച്ചായിരിക്കും. നമ്മൾ ചിന്തിച്ചിട്ട് ഞാനിങ്ങനെ അപ്പം മെറി പറയും വിത്തോട്ടാ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചു. എക്സാക്ട്ലി അങ്ങനെ കുറേ മൊമെൻറ്റ്സ് ഉണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ അഫർമേഷനിലൊക്കെ ഭയങ്കര വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ഈ കാണുന്ന മുഴുവൻ, ഈവൻ എൻ്റെ അടുത്തിരിക്കുന്ന മെറി പോലെ എൻ്റെ മാനിഫെസ്റ്റേഷനാണ്. അപ്പം എനിക്ക് കാല് തൂക്കിയിട്ടിരിക്കാൻ കംഫർട്ടില്ല. അപ്പം അങ്ങനെ അതുകൊണ്ടായിരിക്കും 2 പേരും കൂടി ഒരേ കാര്യം ആഗ്രഹിക്കുമ്പം അത് അതിൻ്റേതായ രീതിയിൽ ആഗ്രഹിക്കുമ്പം അത് നേടിയെടുക്കാൻ പറ്റും. അതിന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, 2 പേരും അതേപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ടുവേർഡ്സ് അതിന് വർക്ക് ചെയ്യുമ്പം വരുന്നതും ചെയ്യുന്നത്. അപ്പം മിറിയുടെ കാര്യത്തിൽ മിറി എവിടെ സാരി എടുത്ത് പോയി കഴിഞ്ഞാലും ഏത് വീഡിയോയിൽ സാരി ഇട്ടാലും ആൾക്കാർ പണ്ടേ നോട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ നല്ലത് എപ്പോഴും പറയുന്നുണ്ട് മിറി സാരി എടുത്തപ്പോൾ പ്രത്യേക ഭംഗിയാണ്. അപ്പം നമ്മൾ ആദ്യം ടിക്ടോക്കിൽ കൂടിയാണ് വന്നത്. ടിക്ടോക്ക് ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് വാനിഷായി. അപ്പം ആൾക്കാരൊക്കെ പറഞ്ഞു നീ ടിക്ടോക്കൊക്കെ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മളെന്തേരം ജോലിയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം പക്ഷെ ഒന്ന് പോകുമ്പോഴാണല്ലോ ഒന്നിന് വളർന്നത്. ടിക്ടോക്ക് പോയപ്പോൾ ഇൻസ്റ്റ വന്നു, യൂട്യൂബ് വന്നു. അപ്പം അതിലേക്ക് ജമ്പ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പം യൂട്യൂബും ഇൻസ്റ്റൊക്കെ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുമോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ ഒരു ജസ്റ്റ് ഫെയിം മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഫെയിം നമുക്ക് എന്തായാലും ചോറ് തരാൻ പോകുന്നില്ല, റൈറ്റ്? ഫെയിം നമ്മുടെ ഒരു ലെവൽ വരെയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ദൈവം പാതി ഞാൻ പാതി എന്ന് പറയുന്ന പോലെ ഫെയിം പകുതി ബാക്കി നമ്മൾ തന്നെ ചെയ്യണം. ഫെയിം വെറുതെ കിട്ടില്ലല്ലോ. നമ്മളതിനെന്തോ ചെയ്ത് നമുക്ക് എന്തോ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തു നമ്മുടെ ഓഡിയൻസ്. അതുകൊണ്ട് നമുക്ക് ഫെയിം ഉണ്ട്. അത് വെച്ചിട്ട് നമുക്കതിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ പറ്റും, നമുക്കതൊരു ലൈഫ് സ്റ്റൈലിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് എങ്ങനെയാകാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പം ഈ ഫെയിമൊക്കെ പോകുന്നതിനേക്കാൾ എത്ര കാലം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും, എത്ര കാലം നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റും. അപ്പം അതിന് സസ്റ്റൈനബിൾ ആയിട്ടുള്ള വേറെ ഒരു സ്റ്റെപ്പ് നോക്കുമ്പോഴും ഈ പറഞ്ഞൊരു പോയിൻ്റ് നമ്മുടെ മൈൻഡിലേക്ക് വന്നത് മെറി എടുക്കുന്ന സാരീൻ്റെ സ്റ്റൈല്, അവളുടെ കളക്ഷൻസ്. അപ്പോൾ എന്തുകൊണ്ട് ഒരു ദിവസം മെറി പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അത് മെറിയുടെ തോട്ടാണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ കുറച്ചൊരു പിന്നോക്കായിരുന്നു. എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കംപ്ലീറ്റ് അറ്റൻഷൻ ബിസിനസ്സിലേക്ക് പോകും. പിന്നെ നമ്മൾ ഈ വീഡിയോ എങ്ങനെ ചെയ്യും, നമ്മളെങ്ങനെ ട്രാവൽ ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് ഇവിടെ കൊടുക്കണമല്ലോ. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായിരുന്നു. അപ്പം ഞാൻ വെച്ചു ബിസിനസ് വേറെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമ്മൾ അതിലേക്കായിപ്പോവും. അപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് കണക്ട് ചെയ്ത് ചെയ്യണമെങ്കിൽ ഓക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ദി ബെസ്റ്റ് ആൾക്കാരുടെ ഫീഡ്ബാക്ക് ആണല്ലോ നമുക്ക് ഏറ്റവും ആവശ്യം. ഫീഡ്ബാക്ക് എന്തായിരുന്നു? സാരി. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ സാരീസ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ 7,000 രൂപയുടെ ബിസിനസ് അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ സോഴ്സ് ചെയ്ത് അതൊന്ന് പഠിച്ചു. നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്ന് വീണു, അത് നേരത്തെ പറഞ്ഞ പോലെ വീണെടുത്ത് കടന്നില്ല. അവിടെ നിന്ന് വീണ്ടും എണീച്ചു, 4 കാലിൽ എണീച്ചു നിന്ന് 2 കാല് പിന്നെ നമ്മൾ മുന്നോട്ട് പോയി ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു. അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു നെയിം ബ്രാൻഡിങ് ചെയ്തു. ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ ലോഞ്ചിങ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഞ്ച്, ഒഫീഷ്യൽ ലോഗോ ലോഞ്ച് അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. വളരെ നാച്ചുറലായിട്ട് എത്ര
ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നോർമൽ ലാംഗ്വേജ് നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാകുന്ന രീതിയിൽ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിൽ നമ്മൾ ചെയ്തു, മുന്നോട്ട് പോകുന്നു. വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. നമ്മളതൊരിക്കലും കളയില്ല, അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഇനി മുന്നോട്ട് പോകും. ഇതിലൊരു കാര്യം പറയട്ടെ, മെറി എപ്പോഴും സാരിയൊക്കെ കൊടുത്ത് നന്നായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ പെട്ടെന്ന് സാരി ബ്രാൻഡ് തുടങ്ങിയപ്പം എനിക്ക് ആദ്യം പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു പിങ്ക് സാരി ഇല്ല, അതായിരുന്നു എനിക്ക് തോന്നുന്നു അതായിരുന്നു ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്ന ഒരു പിങ്ക് സാരി. അതാണെങ്കിലും അപ്പോൾ പെട്ടെന്ന് മെറീനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഓക്കെ മെറി നോർമലി വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ. പിന്നീടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഓക്കെ ഇതൊരു സാരി ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പ്രസൻറ്റബിൾ ആയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും. അതിൽ അവാർഡ് ഷോയ്ക്കൊക്കെ പോവുകയാണെങ്കിലും മീത്ത് എന്ന് പറയുന്നത് എങ്ങനെ വെറൈറ്റി ട്രെൻഡ് യെസ് അതാണ് എങ്ങനെ വെറൈറ്റി കൊണ്ടുവരാമെന്ന് തിങ്ക് ചെയ്യുന്നവരാണ്. ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തോട്ട് മീൻസ് ഇത് ശരിക്കും നിങ്ങൾ പണ്ട് മുതലേ ഫോളോ ചെയ്ത് വരുന്ന കാര്യമാണ്. ഇങ്ങനെ ഫാഷൻ്റെ കൂടെ ട്രെൻഡിൻ്റെ ഒപ്പം നിങ്ങളാണ് ശരിക്കും ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു ട്രെൻഡിൻ്റെ ഒപ്പം ഇങ്ങനെ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്? ഇല്ല, മിത്തേട്ടൻ പണ്ട് മുതലേ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന മുതലല്ല ഞാൻ പറയുന്നത്, ഫ്രം ദ ബിഗിനിങ് ഞാൻ പണ്ടത്തെ ഫോട്ടോസൊക്കെ മിത്തേട്ടൻ ഇങ്ങനെ എടുത്തു നോക്കും കേട്ടോ. പക്ഷേങ്കില് നീ അപമാനിക്കാൻ പോവാണോ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പോവാണോ? ചിരിയിൽ എന്തോ ഉണ്ട്. പക്ഷെ മിത്തേട്ടൻ എപ്പോഴും ആൾക്കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വേറിട്ട് നിൽക്കണം, എന്നെ എല്ലാരും ഒന്ന് നോക്കണം, 10 ആൾ എന്നെ നോക്കണം, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയുള്ള ആളാണ് മിത്തേട്ടൻ. അത് നല്ല 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 കോസ്റ്റ്യൂം മിത്തേട്ടൻ ഇടാൻ ഇഷ്ടമാണ്, അൺമാച്ചിങ് ആയിട്ടുള്ളത് ഇടാൻ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മിത്തേട്ടൻ എത്ര ഏജ് ഉണ്ടാവും? 20 years ഉണ്ടാവും മിത്തേട്ടൻ നിബേഷാന്റെ കല്യാണത്തിന്. അപ്പൊ നമ്മുടെ നാട്ടുമ്പുറല്ലേ, നമ്മൾ ഇവിടെയൊക്കെ നാട്ടുമ്പുറ. ഞാൻ വേണം ആ ഫോട്ടോ എടുത്ത ആൽബത്തിലുണ്ട്. അപ്പൊ അല്ല ചിലപ്പോ മിത്തേട്ടൻ മുംബൈയിലൊക്കെ പഠിച്ചുകൊണ്ടുള്ള ഒരു ചേഞ്ചസ് ആയിരിക്കും. അപ്പൊ മിത്തേട്ടൻ ഇവിടെ നിന്ന് കല്യാണത്തിന് ആ ആൽബത്തിൽ ഞാൻ കാണാം എല്ലാരും സാധാരണ നമ്മള് ഞാനായ പോലും പണ്ട് പാവാടി ബ്ലൗസ് ഒക്കെ ഇട്ട് മുല്ലപ്പ് ഇങ്ങനെ വെക്കണം. പോന്ന കൂട്ടത്തിലുള്ള ഒരു ഫോട്ടോ ഒരാള് മാത്രം നല്ല വലിയ ഷർവാനൊക്കെ ഇട്ടിട്ട് ഇവിടുന്ന് കാല് വരെയുള്ള ഒരു ഷോളൊക്കെ ഇട്ടിട്ട് ശരിക്കും ഒരു ഹിന്ദിക്കാരെങ്ങനെ നടക്കും അതുപോലെ മിത്തോട്ട് മാത്രം. അപ്പൊ ആ ഫോട്ടോയിൽ മിത്തോട്ടനെ കാണുന്നുള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലാവോ ഇത് ഇപ്പൊ തുടങ്ങിയ ഭ്രാന്തൊന്നുമല്ല, ഇത് അങ്ങനെ സത്യം. അപ്പൊ ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം നമ്മള് ആൾക്കാര് റീല് ചെയ്യുമ്പോഴായാലും ഈവൺ അവാർഡ് ഷോന് പോകുമ്പോഴായാലും മിത്തേട്ടൻ ഇപ്പോഴും അത് ക്യാരി ചെയ്യുന്നു. എനിക്കൊന്ന് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് മിത്തേട്ടൻ. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്കൊക്കെ പണ്ട് അയ്യോ നല്ല ഡ്രസ്സ് ഇട്ടാ ഇപ്പൊ ആൾക്കാരെന്നെ നോക്കുമല്ലോ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഒരാളായിരുന്നു ഞാൻ. എന്നെ ആരും ശ്രദ്ധിക്കുക, എനിക്ക് വളരെ സിമ്പിളായിട്ട് എന്നെ ആരും നോക്കണ്ടെന്ന് വിചാരിച്ച് ഡ്രസ്സ് ചെയ്ത എന്നുള്ള ആളായിരുന്നു ഞാൻ. അപ്പൊ എന്നെ പോലും മാറ്റിയെടുത്തു. ഇപ്പൊ ചെറിയ മാലയിടുമ്പോ ഞാൻ വെക്കും അയ്യോ ചെറിയതായിപ്പോയോ അങ്ങനെ. എന്നാലും മിത്തേട്ടനാണ് എൻ്റെ കോസ്റ്റ്യൂമൊക്കെ മിത്തേട്ടനാണ് നോക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം പണ്ട് മുതലേ ഉള്ള സംഭവമാണ്. ഇപ്പൊ കുറച്ചും കൂടി ഒന്ന് കൂടി. നിങ്ങളുടെ ഹൗസ് വാമിങ്ങിന്റെ കോസ്റ്റ്യൂം ഭയങ്കര രസമായിട്ടുള്ള അതിനൊക്കെ ഇല്ലേ നമ്മൾ ആക്ച്വലി നമ്മുടെ ഡിസൈനേഴ്സിൻ്റെ അടുത്ത് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ ഇട്ട ഒരു കോസ്റ്റ്യൂമിനെ കുറിച്ച് അവിടെ പോയപ്പം മെറി എപ്പം പറയും മിത്തോട്ടാ വെഡിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങളൊന്ന് നോർമലായിട്ടൊന്ന് ഡ്രസ്സ് ബ്രൈഡ് ഗ്രൂമും മാറി നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ പറയും പ്ലീസ് അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, കാരണം അത് അവരുടെ ഒരു സ്പെഷ്യൽ ഡേ ആണല്ലോ. വി ഷുഡ് നോട്ട് സ്റ്റീൽ ദാറ്റ് മൊമെന്റ്. അപ്പം പക്ഷേങ്കിൽ വെറൈറ്റി. അപ്പം എനിക്കൊരു ഡിസൈനർ ഉണ്ട് ലബാംബ തലശ്ശേരി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു അവരെ പോലെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആക്ച്വലി മെൻസിന് വേറെ ഈ കണ്ണൂർ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എന്ത് ഡ്രസ്സ് കാരണം എൻ്റെ ഇപ്പം സൈമ അവാർഡ്സിന് ദുബായ് പോകുമ്പോൾ ഇട്ടൊരു ഡ്രസ്സ് ഭയങ്കര വൈറലായിരുന്നു. ഒരു വൈറ്റ് ഡ്രസ്സ് ഫുൾ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് ബാക്കിലൊരു നെറ്റ് ഫോളിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ഈ മിലാൻ ഫാഷൻ വീക്കിൽ ഒരു ഫേമസ് മോഡൽ ഇട്ട ഡ്രസ്സാണ്. അത് ഞാൻ ജസ്റ്റ് പിൻട്രസ്റ്റിൽ നിന്ന് അത് ക്യാപ്ചർ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവിടെയുള്ള ഡിസൈനേഴ്സിനെ കാണിച്ചു കൊടുത്തു ലബാംബയിൽ. ഇതെനിക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അവരെനിക്കൊന്ന് 2 ദിവസം കൊണ്ടാണ് എനിക്കത് ചെയ്തു തന്നത്. എനിക്ക് 3 ഡ്രസ്സ് അവർ ചെയ്തു തന്നു. അവിടെ 2 ഇവൻ്റ് ഉണ്ടായിരുന്നു. അപ്പം 2ഉം ഞാൻ കൊടുത്തത് അത് എങ്ങനെയാണോ ആ വീഡിയോയിൽ ഫോട്ടോയിൽ ഉണ്ടാകുന്ന എക്സാക്ട് സെയിം സാധനം അവർ ചെയ്തു തന്നു. അപ്പോൾ അവർ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുക്കുന്ന എല്ലാ ഡിസൈൻസും അവരൊരു ആക്ച്വലി അവരങ്ങനെ ഈ ഹൈ
ഹൈ ഫാഷൻ ചെയ്യുന്ന ആൾക്കാരല്ല. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഇടുന്നത് വളരെ കുറവാണ്. ഈ റെഡ് കാർപ്പറ്റ് കോസ്റ്റ്യൂംസ്, ഇപ്പോൾ റെഡ് കാർപ്പറ്റ് ആയാലും നമ്മുടെ ഹീറോസൊക്കെ, മലയാളി ഹീറോസൊക്കെ ഇപ്പം എന്നാലും വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നോർമലി ടക്സിഡോ അല്ലെങ്കിൽ ഭയങ്കര നോർമലായിട്ടുള്ള സൂട്ട് കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. ഇപ്പം ആസിഫ് അലി, ടൊവിനോ അങ്ങനത്തെ ആൾക്കാരൊക്കെ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങി. അല്ലെങ്കിൽ കുറച്ചൊരു സറ്റിലൊക്കെ ഇടുന്നുണ്ട്. ഈവൻ ഇവിടുത്തെ ഗ്രൂംസ് ആയാലും കാസർഗോഡൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡിഫറെൻറ്റ് കോസ്റ്റ്യൂം, ഏറ്റവും കോസ്റ്റ്യൂം ഡിഫറെൻ്റായി ചെയ്യുന്ന കാസർഗോഡിലാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇവർ ചെയ്യുന്നതൊക്കെ നല്ല ക്ലാസ് ആയിട്ടുള്ള പ്രീമിയം ലക്ഷറി ഔട്ട്ഫിറ്റാണ് ഗ്രൂമിനൊക്കെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ പുറമേയുള്ള ആൾ പറയുകയാണെങ്കിൽ ഈ ചിറകുള്ളത്, പറക്കുന്നത്, ഒരു സൈഡിൽ ഇങ്ങനെ വലിയുന്നത്, അല്ലെങ്കിൽ ഒരു സൈഡ് ഉണ്ടാവില്ല. പാൻ്റ് ആണെങ്കിൽ വലിയ ഇതായിട്ടുള്ള ഫ്ലെയർ ഉള്ള പാൻറ്, അങ്ങനത്തെ ഒക്കെ. അപ്പം ഞാൻ എന്ത് അതിൽ ഭയങ്കര ലക്കാണ്. ഞാൻ എത്ര താങ്ക്സ് ഇല്ല ബാംബെയിലോട് പറഞ്ഞാലും തീരില്ല. കാരണം ഈ ക്രൗഡിൽ എന്നെ വേറിട്ട് നിർത്തുന്ന ഏറ്റവും വലിയൊരു കാരണം എൻ്റെ ഈ ലുക്കൊന്നുമല്ല, ഞാൻ ഇടുന്ന കോസ്റ്റ്യൂം തന്നെയാണ്. അപ്പം അതെല്ലാവിടെ പോയാലും ഈവൻ നമ്മൾ അവാർഡ് ഷോയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വരുന്ന സ്പെഷ്യൽ ഗസ്റ്റൊക്കെ ഇല്ല, അവരൊക്കെ നോട്ട് ചെയ്യും, അവർ പറയുകയും ചെയ്യും. ഇതിനിടയ്ക്ക് ലബാമ്പ ചെയ്തൊരു കോസ്റ്റ്യൂം ഞാൻ ആസിഫ് അലിയുടെ ഒരു ഇവൻറ്റ്, മൈജിയുടെ ഇവൻ്റ് അല്ലേ, അതിന് പോയപ്പോൾ ഞാൻ ഇട്ടു. ആദ്യം നോട്ട് ചെയ്തത് കോസ്റ്റ്യൂമാണ്. എൻ്റെ അടുത്ത് ആസിഫ് ക പറയുകയും ചെയ്തു, മീത്തൻ്റെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഞാൻ എല്ലാ വീഡിയോയിലും ശ്രദ്ധിക്കുക. അപ്പം ഞാൻ തന്നെ നമ്മുടെ വീടിൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങളെ വീട് കണ്ടിട്ടുണ്ട്, നല്ല വീടാണ്. അപ്പം ഞാൻ ഇവരൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടല്ലേ, ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ അതെനിക്ക് വലിയൊരു മോട്ടിവേഷനാണ്. അതേപോലെ ഈ ഹൗസ് വാമിങ്ങിന് മെറീൻ്റെ ഡ്രസ്സ് ചെയ്തത് ഒന്ന് സെനല, ഒന്ന് സെനല, പിന്നെ 2 കോസ്റ്റ്യൂം നമ്മുടെ ആഷ് ക്രിയേഷൻസ്, പിന്നെ നിരാല ബുട്ടീക്ക്, അവരൊക്കെയാണ് നമ്മളെ കണ്ണൂരിൽ തന്നെ. എൻ്റെ എല്ലാ കോസ്റ്റ്യൂമും അവർ തന്നെയാണ്. ഇവര് മെർമെയ്ഡ്സ് ചെയ്യുന്ന ബ്ലൗസ്. പക്ഷെ നിങ്ങൾ എന്തിട്ടാലും നിങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. നിങ്ങൾ നല്ല ചില സമയത്തില്ലേ ഈ കോസ്റ്റ്യൂം, മെറിയുടെ കോസ്റ്റ്യൂം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടേ ഉണ്ടാവില്ല. എൻ്റെത് മാത്രമേ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. മെറിയുടേത് ഇട്ട് വരുമ്പോഴത്തേക്ക് കളറൊക്കെ ഏകദേശം എല്ലാം മാച്ചായിരിക്കും. ചിലപ്പോൾ ഒരു ഡിസ്കഷനും നടന്നിട്ടുണ്ടാവില്ല. അതെന്തോ അങ്ങനെയാണ്. എടുത്തു വരുമ്പം, ഒരുമിച്ച് വരുമ്പം സാധനം സെറ്റ്. അതുപോലെ വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ടൈമിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിന്നിട്ടുള്ള വീഡിയോ, ഒരുപാട് ചാനൽസ് ഒന്ന് ഹോം ടൂർ ചെയ്യുന്നു, ഒത്തിരി ട്രെൻഡിങ് ആയിട്ട് നിന്ന വീഡിയോ. എന്തായാലും ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ടാവും. സോ ശരിക്കും ഇത് നിങ്ങൾ പറഞ്ഞ ഡ്രീം കം ട്രൂ മൊമെൻ്റാണ്. നിങ്ങൾ ഒരുപാട് ഒരു വണ്ടി ഷൂട്ട് ചെയ്യാൻ ചോദിച്ചിട്ട് പോലും തന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് പേര് പറയുന്നു ഇതൊക്കെയാണോ ഒരു വിഷമം നിങ്ങൾക്ക്, ഇതിലും കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. പക്ഷേ സ്റ്റിൽ നമ്മുടെ കഷ്ടപ്പാട് എപ്പോഴും നമുക്ക് കഷ്ടപ്പാടും നമുക്കൊരു സങ്കടം ആ ഒരു ടൈം എന്തായാലും ഗോ ത്രൂ ചെയ്തേ മതിയാവുള്ളൂ. സോ ആ ഒരു ടൈമിന് ഇപ്പം നിങ്ങളുടെ ഒരു വീട്ടിൽ വരുന്നു. അപ്പം എങ്ങനെയാണ് ആ ഒരു ഹാർഡ് വർക്കിനെ നിങ്ങൾ ഇപ്പം എങ്ങനെ നോക്കിക്കാണുന്ന ആ ഒരു ജേണി? ആ ഹാർഡ് വർക്കിന് എന്താ ഇപ്പം ഞാൻ പറയേണ്ടത്? എനിക്ക് ആക്ച്വലി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം എടുത്തു പറയാം. കാരണം എന്ത് പറഞ്ഞാലും അത് അതിൻ്റെ വെയിറ്റേജ് കുറഞ്ഞു പോകും. അല്ല, ശരിക്കും ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കണം വീട് എന്നുള്ള പ്ലാനിങ് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണോ? ഇല്ല, അതൊരിക്കലും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. നമ്മൾ ആകെയിൽ ചിന്തിച്ചത്, ഞാൻ പറഞ്ഞില്ലേ, ഞാനിതൊക്കെ പണ്ട് എപ്പോഴോ സ്വപ്നം കണ്ടിന്, ഇങ്ങനെയൊക്കെ വേണം. സ്വപ്നങ്ങളാണ്, നടക്കുമെന്നോ അതിനുള്ള വഴി സോഷ്യൽ മീഡിയ ആയിരിക്കുന്നോ മിരി എൻ്റെ ലൈഫിൽ വരുന്നോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ സ്വപ്നങ്ങളായിരുന്നു. ഇങ്ങനെയൊക്കെ എനിക്ക് ആവണം തന്നെയായിരുന്നു. ആകും എന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ അങ്ങനെയാണല്ലോ, നമുക്ക് കിട്ടും എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതുപോലെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പം വീടിൻ്റെ ഒരു പ്ലാനൊക്കെ വന്നപ്പോൾ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബെസ്റ്റ് ബിൽഡേഴ്സിനെ കിട്ടി, ഡിസൈനേഴ്സിനെ കിട്ടി. അവരാണ് ഫുള്ള് നമ്മുടെ ഐഡിയ അനുസരിച്ച് അവർ ഡിസ്കസ് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം നിൽക്കുമ്പം, ഇപ്പം എൻ്റെ അടുത്ത് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ പോയപ്പം ആൾക്കാർ നിങ്ങൾക്ക് വീട് തരില്ല, നിങ്ങളെ മോശമായിട്ടൊക്കെ പെരുമാറുക, അതൊക്കെ ഒരു സങ്കടമാണ്. നമ്മളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോസും നമ്മൾ ചെയ്യുന്ന ബ്രാൻഡ് ഡീൽസ്, നമ്മളുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കുമ്പോഴുള്ള വിഷമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് തീർന്ന ഒരു വിഷമമല്ല ഇവിടെ. പല ആൾക്കും പല വിഷമങ്ങളാണ്. ഓരോരാളുടെ വിഷമം, എൻ്റെ വിഷമത്തിൻ്റെ ഡെപ്ത് എത്രയുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം അങ്ങനെ ചോദിച്ചിരുന്നു, നിങ്ങൾ ഇനി പുതിയ വീട് എടുത്ത് കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഷൂട്ടിന് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് കൊടുക്കുമെന്നില്ല. അതിനുള്ള ഉത്തരം യെസ്. നമ്മൾ ഒരുപാട്, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഈദായിരുന്നു കഴിഞ്ഞത്, ഒരുപാട് ഫാമിലീസ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കറിയാത്ത ആൾക്കാരാ. റംസാൻ അല്ലേ, റംസാൻ
റംസാൻ ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നിട്ട് നമ്മുടെ വീട്ടിൻ്റെ അകത്തും പുറത്തും ബാൽക്കണിയിൽ നിന്നും എല്ലാം ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. വെഡ്ഡിങ് ഷൂട്ട്സിന് വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നോ പറഞ്ഞിട്ടില്ല, പറയില്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വിശ്വാസമുള്ള ആൾ വന്നാൽ അത് വിചാരിച്ചിട്ട് എല്ലാ ആൾക്കാരും വന്നാൽ ഒരു സെക്യൂരിറ്റീൻ്റെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. നമുക്ക് അറിയാത്ത ആൾക്കാർ ഇപ്പം അറിയുന്ന സോഴ്സസ് വഴി വരുന്നതും ആൾക്കാരെ കണ്ടാൽ നമുക്കറിയാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോ ഒന്നും പറയാറില്ല. അത് നമുക്ക് കൊടുക്കണം. നമ്മൾ വന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ലല്ലോ, അതൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു ഫീലിങ്സ് വളരെ 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 അതൊരു വേറെ ഒരു വൈബാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം ഓഡിയൻസിനോട് പറയാം, എന്തെങ്കിലും വീടൊക്കെ എടുക്കുകയാണെങ്കിൽ നസർ എന്ന് പറയുന്ന സാധനം ഞാൻ വിശ്വസിക്കാത്തൊരു കാര്യമായിരുന്നു. പക്ഷേങ്കിൽ ഫ്രം മൈ എക്സ്പീരിയൻസ് ഞാൻ പറയാണ്, അത് സത്യമാണ്. കാരണം നമ്മൾ വീടെടുത്ത് നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇന്നേ വരെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട് നമ്മൾ ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്നൊന്നുമില്ല, ഇരിക്കില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ട്. പക്ഷേ ഈ കണ്ണീർന്നല്ലേ പറയുന്നത്, കണ്ണീർ എന്ന് പറയുന്ന സാധനം സത്യമാണ്. എൻ്റെ അടുത്ത് ഒരുപാട് ആൾ വന്നിട്ടുണ്ട്, വീടിൻ്റെ വീഡിയോസ് ഇടണ്ട, ഫോട്ടോസ് ഇടണ്ട. പക്ഷെ നമ്മളെ കയ്യിൽ നിന്നില്ല അത്. മേരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിന്നില്ല ആ സമയത്ത്. കാരണം ഇപ്പം നിങ്ങൾ ഇൻ്റർവ്യൂവിന് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, ഇല്ലാത്ത നമ്മൾ അത്രയ്ക്ക് വലിയ സ്റ്റാറോ മെഗാ സ്റ്റാറോ സെലിബ്രിറ്റീസോ ഒന്നും, നമ്മൾ സാധാരണ ആൾക്കാരാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയാണ് വീഡിയോ ഇല്ല, ഇൻ്റർവ്യൂ തരാൻ പറ്റില്ല എന്നാണ്. നിങ്ങൾ മീത്തമേരി എന്തൊരു ജാട തെണ്ടികൾ അല്ലേ തന്നെ ആ ലേബിൾ നമുക്കുണ്ട്. അതറിയാത്ത ആൾക്കാർ പറയുന്നതാണ്. അപ്പം ഞാൻ ആ സമയത്ത് ആൾക്കാർ ആരൊക്കെ ചോദിച്ചു ഇൻ്റർവ്യൂ തരുമോ എന്ന് ചോദിച്ചാൽ അവരുടെ ജോബാണത്, അവർക്ക് കിട്ടുന്നൊരു മൊമെൻ്റാണ്. നമ്മളായിട്ട് എന്തിനാണ് കളയുന്നത്? നമുക്കതൊന്നും നഷ്ടം വരാനില്ല. പക്ഷെ വന്നത് ഇതാണ്, ആൾക്കാർ ഈ നേരത്തെ പറഞ്ഞത് കുത്തുവാളി എടുത്തുപോട്ടെ എന്ന് പറയുക, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇതൊക്കെ കാണുമ്പം അങ്ങനത്തെ കണ്ണീർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അതൊക്കെ അങ്ങ് മാറി പോട്ടെ, നന്നായിട്ട് വരട്ടെ. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നു, ഇപ്പോൾ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ പുതുതായിട്ട് വരുന്നു. സോ അവർക്കൊക്കെ കൊടുക്കാനുള്ള, എന്തായാലും നിങ്ങൾ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവും, അവർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഒരു ഉപദേശമല്ല, ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? മേരി ആദ്യം പറഞ്ഞു. എനിക്ക് മിത്തേട്ടൻ്റെ ആൻസർ അറിയാം. അന്ന് എൻ്റെ ആൻസർ നീ പറയും. മിത്തേട്ടൻ ആദ്യം പറയാൻ പോകുന്നത് ബി കൺസിസ്റ്റന്റ്. അതാണ്. നമ്മൾ ഒരു ദിവസം, ഇത് നമ്മളെ ജോബല്ലേ, അപ്പം നമ്മൾ ഡെയിലി ജോബ് ചെയ്യുന്നത് പോലെ നമ്മൾ വീഡിയോ എടുക്കുക, അത് ഇടുക, പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഡെയിലി ജോബാണ്. അപ്പം അതിന് നമ്മൾ സമയം കണ്ടെത്തി അത് ചെയ്യുക വേണം. ഞാൻ ചില ആൾക്കാർ ജോബ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ, അവർക്ക് ഓൾറെഡി പ്രൊഫഷണൽ ജോബ് ഉണ്ട്. അപ്പോൾ അവർ പറയും ഇതൊക്കെ വിട്ടിട്ട് എനിക്ക് കോണ്ടന്റ് ക്രിയേഷനിൽ ഇറങ്ങണമെന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി. അപ്പം അവരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, അപ്പം ഒന്ന് സ്റ്റേബിൾ ആവണം. കോണ്ടന്റ് ക്രിയേഷൻ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എനിക്ക് പ്രൊഫഷണൽ ജോബ് ഒരാൾ റിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എൻ്റെ ജോബ് റിസൈൻ ചെയ്തതിൻ്റെ വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കാറുണ്ട്. ഇനി ഒരു തിരിച്ചു പോക്കെന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ല അത് പോസിബിൾ, ചിലപ്പോൾ ആയിരിക്കും, പക്ഷെ ഞാൻ അതിന് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വരുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ റീൽസ് ഇട്ടിട്ട് നമ്മൾ 0 തുടങ്ങിയ ആൾക്കാരാണ്. ഇൻസ്റ്റാഗ്രാമിൽ 0 ഫോളോവേഴ്സ് തുടങ്ങിയ ആൾക്കാരായിരിക്കും ഇപ്പം 1 മില്യണും 2 മില്യണും എല്ലാം ഉള്ള ആൾക്കാർ. അപ്പോൾ 0 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ചില ആൾക്കാർ കാണുന്നത് റീൽ ഇട്ട പാടും വൈറലാവുക, ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അതിങ്ങനെ ഇട്ടിട്ട് മാത്രം ഏതെങ്കിലും ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും അത് ആൾക്കാരിലേക്ക് എത്തും. നിങ്ങളുടെ കോണ്ടന്റ് നല്ലതാണെങ്കിൽ, നിങ്ങൾക്ക് ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു വൺ ഡേ യു വിൽ റീച്ച്. നിങ്ങളെ ബ്രാൻഡ് അപ്രോച്ച് ചെയ്യും, എല്ലാം ചെയ്യും. അപ്പോൾ അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോഴും ഓക്കെ എനിക്ക് ഇത്ര റീച്ച് കിട്ടി, അങ്ങനെയല്ല, അങ്ങനെ ഇരിക്കരുത്. നെക്സ്റ്റ് ഡേ നിങ്ങൾ എന്തായാലും ഒരു റീല് എടുക്കണം, തിങ്ക് ചെയ്യണം, അത് പോസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ എല്ലാ ദിവസവും എല്ലാ റീല് റീച്ച് ആവണമെന്നില്ല. നമുക്ക് കുറേ ആൾക്കാർക്ക് ഇൻസ്റ്റഗ്രാം അൽഗോരിതം കൊണ്ട് ചിലപ്പോൾ റീച്ച് ഡൗൺ ആവുന്ന റീൽസ് ഉണ്ട്. അപ്പോൾ എൻ്റെ റീൽ ഇന്ന് കയറിയില്ല, നാളത്തെ കയറുമോ, അങ്ങനെയല്ല, നാളത്തെ കയറും, നാളെ എനിക്ക് ഇടണം. അങ്ങനെ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ, എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷൻ ഉണ്ടാവും. ഈ ഒരു ഫീൽഡ് കോമ്പറ്റീഷൻ ഭയങ്കരമാണ്. അപ്പം അതാണ് എനിക്ക് കൺസിസ്റ്റൻ്റ് ആണ്, ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല, അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അത് മെരി പറഞ്ഞ കറക്റ്റാണ്. ഞാൻ വേറൊരു കാര്യം ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും, നമ്മൾ ഒരിക്കലും ലൈഫിൽ ഒരു കാര്യത്തിനും ഷോർട്ട് കട്ട് ഉപയോഗിക്കരുത്.
ഷോർട്ട് കട്ട് നിങ്ങൾ എന്ന് ഉപയോഗിക്കുന്നോ മേ ബി ആ ഷോർട്ട് കട്ട് നിങ്ങൾക്കൊരു ഭയങ്കര വലിയൊരു ഹൈപ്പ് തന്നേക്കാം ഫോർ എ പീരീഡ് ഓഫ് ടൈം. ബട്ട് എത്ര ഹൈപ്പിലാണോ നിങ്ങൾ പോയത് അതിനേക്കാളും വലിയ താഴ്ചയിലായിരിക്കും നിങ്ങൾ വീഴുക. ആ വീഴ്ച ചിലപ്പോൾ നിങ്ങൾക്ക് എണീക്കാൻ ഭയങ്കര പാടായിരിക്കും, മെൻ്റലി ഫിസിക്കലി എന്തായാലും. സോ ഓൾവേസ് ബി കൺസിസ്റ്റൻറ്റ്, ഹാർഡ് വർക്ക് ചെയ്യുക, ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക, നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ല നല്ല പുതിയ പുതിയ കാര്യങ്ങൾ കോണ്ടൻറ്റ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക. ആൾക്കാർ വേറൊരാളെ കണ്ടിട്ട് എനിക്കത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്തും പല കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. ഞാൻ മുന്നേ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വന്ന നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ എന്നെക്കാളും നല്ല ടെക്നിക്കോ കാര്യങ്ങളോ ഐഡിയാസോ നിങ്ങളുടെ അടുത്ത് പഠിക്കാനുണ്ട്. അപ്പം റീൽസ് കാണുമ്പോൾ അതൊക്കെ ക്യാപ്ചർ ചെയ്ത് വെക്കുക. ആ ഒരു എന്താ പറയേണ്ട ഒരു കോംപ്ലക്സ്, ഈഗോ, ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ കൊണ്ടുവന്നാൽ നമ്മളവിടെ തീരും. എന്തിനാ ഇതൊക്കെ മാറ്റി വെച്ച് പോസിറ്റീവായിട്ട് ഗിവ് അപ്പ് ചെയ്യാതെ ഹാർഡ് വർക്കിലൂടെയും ഡിറ്റർമിനേഷനിലൂടെയും ഒരു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും സക്സസ്ഫുൾ ആകാൻ പറ്റും. ആൻഡ് എനിക്ക് കുറച്ച് ഇത്ര സീരിയസ് ആയിട്ടുള്ള ആക്ച്വലി ഇത് ഭയങ്കര സീരിയസ് ആയിപ്പോയി. അതൊക്കെ മാറി നമുക്ക് പൊട്ടിച്ചിരിക്കാനുള്ള എന്തെങ്കിലും 2 ചളി പറയാം. ഞാനേ കുറച്ച് കപ്പിൾ ക്വസ്റ്റ്യൻസ് ആണേ. ഞാൻ ചോദിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഓക്കെ, നമ്മൾ പറയില്ലേ ഹൂ നോ ഹൂ ബെറ്റർ, അങ്ങനെയല്ല, ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെയാണ് ഞാൻ പറയാൻ ചോദിക്കട്ടെ. അങ്ങനെ നിങ്ങൾ രണ്ടുപേരോടും കൂടെയുള്ള ക്വസ്റ്റ്യൻസ്. ആരാണ് സർപ്രൈസ് തരാൻ കൂടുതൽ എഫേർട്ട് ഇടുന്നത്? ഞാനും. വെരി എഗ്രി ചെയ്യണം, രണ്ടുപേരും എഗ്രി ചെയ്യണം. അതിന്റെ റീസണും കൂടെ പറയണേ. സർപ്രൈസ് മിത്തോട്ടൻ സർപ്രൈസ് തരുന്ന എഫേർട്ട് എടുക്കാറുണ്ടാണ്. എനിക്ക് കാറ് ഗിഫ്റ്റ് തന്നപ്പം, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് അല്ല അതിന് മുമ്പിലത്തെ ബർത്ത്ഡേക്ക് എനിക്ക് ഒരു I think every year every birthday it was ചെയ്തിരുന്നു. അതും നല്ല സർപ്രൈസ് ആയിരുന്നു. പിന്നെ ഈ ബർത്ത്ഡേക്ക് വിചാരിക്കാത്ത ഫോൺ എനിക്ക് ഗിഫ്റ്റ് കിട്ടി. അത് എൻ്റെ ഫോണ് പൊട്ടിപ്പോയി. അങ്ങനെ പെട്ടെന്ന് അന്ന് രാത്രി തന്നെ വിത്തട്ടനെ അറേഞ്ച് ചെയ്ത് എനിക്ക്. അല്ല, ആക്ച്വലി മെറീൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പ്ലാൻ ചെയ്തത് വാസ് സംതിങ് ഡിഫറെൻറ്റ്. പക്ഷേങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ ദിവസം മെരീൻ്റെ ഫോണ് പൊട്ടിപ്പോയി. അപ്പം കുറച്ച് മണിക്കൂറേ ഉള്ളൂ. നൈറ്റിൽ ഞാൻ മൈജിയിലേക്ക് വിളിക്കുന്നു. പിന്നെ അവിടെ നിന്ന് മെരിക്ക് ഒരു ഡ്രീം ഉണ്ടായിരുന്നു, അവർക്ക് iPhone 17 വേണമെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ കൊണ്ടുകൊടുത്തു. അപ്പോൾ അതൊക്കെ വളരെ ഇമോഷണലൊക്കെ ആയി മെരി. എൻ്റെ സർപ്രൈസൊക്കെ ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്യാറില്ല. അത് ആ ഒരു ടൈമിന് എന്താണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം, അതെന്തെങ്കിലും ചെറുതുമാകാം വലുതുമാകാം, അതാണ് ആ മൊമെൻറ്റിൽ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കാറ്. ഞാൻ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യാറില്ല. പക്ഷേ എനിക്ക് മെരീൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു സർപ്രൈസ് ലാസ്റ്റ് ഇയർ ബർത്ത്ഡേയിൽ മെരി ഭയങ്കര പ്ലാൻ ചെയ്തു. എൻ്റെ ഏജ് എത്രയാണോ ആ ഏജ് ഞാൻ പറയുന്നില്ല, ആ ഏജിൻ്റെ അത്രയും നമ്പേഴ്സ് ഓഫ് ഗിഫ്റ്റ് മെരിയും എൻ്റെ ഒരു സിസ്റ്റേഴ്സും എല്ലാവരും കൂടിയിട്ട് പോയിട്ട് അതൊക്കെ കളക്ട് ചെയ്ത് രാത്രി ഇവർ കളക്ട് ചെയ്തു, പാക്ക് ചെയ്ത് സെപ്പറേറ്റ് ബോക്സ് ആക്കി. ആൻഡ് ദെൻ ഒരു ഇവൻറ്റ് പ്ലാനേഴ്സിനെ വിളിച്ച് അവരുടെ ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഫോട്ടോഗ്രാഫി, അത് കുറച്ച് ആൾക്കാരുടെ ഫങ്ഷനൊക്കെ വെച്ച് അത് ഭയങ്കര വലിയ സർപ്രൈസ് ആയിരുന്നു. ആൻഡ് എൻ്റെ ബർത്ത്ഡേ മേ ബി ബൈ ലക്ക് എല്ലാ ബർത്ത്ഡേയും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതുവരെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പഴയ കാലത്ത് ഓർമ്മിച്ച് വെക്കുകയാണെങ്കിൽ എനിക്കൊരു മുട്ടായി വാങ്ങാൻ പോലും കാശില്ലാതെ, മുട്ടായി വാങ്ങാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ട് സ്കൂളിൽ പോകാണ്ട് കട്ടിൻ്റെ അടിയിൽ ഫുൾ ഡേ ഒളിച്ച് നിന്ന് ഒരു ബർത്ത്ഡേക്ക് അതിൻ്റെ ഒന്നും അവസ്ഥ അന്നേരം എത്രയോ 50 രൂപയായിട്ടേ ഉള്ളൂ കംപ്ലീറ്റ് ഒരു 100 ചോക്ലേറ്റ്സിൻ്റെ പാക്കറ്റിന്. അപ്പോൾ അതുപോലും വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായൊരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടാവും വിഷമഘട്ടങ്ങൾ. അപ്പം അതൊന്നൊക്കെ മാറി ജോലി ചെയ്യാൻ എന്ന് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ബർത്ത്ഡേ എല്ലാം സ്പെഷ്യലായിരുന്നു. എവ്രി ബർത്ത്ഡേ. അതിൽ മിരി വന്നേ പിന്നെ അതിനും വലിയ സ്പെഷ്യലാകാൻ തുടങ്ങി. അപ്പോൾ സർപ്രൈസസ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട്. ഓക്കെ, ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? മിറി റൊമാൻറ്റിക് ഒക്കെ തന്നെയാണ്. പക്ഷേങ്കിൽ അങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് അല്ല. നമുക്ക് ഒരു ക്വാളിറ്റി ടൈമാണ് ആക്ച്വലി. പിന്നെ നമ്മളുടെ ഇഷ്ടങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം
മാച്ച് ചെയ്യും. ഇപ്പോൾ കേൾക്കുന്ന പാട്ടായാലും ഇപ്പോൾ കാറിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ മെരി പാട്ട് വയ്ക്കും. അപ്പോൾ നമ്മൾ ചെറുങ്ങനെ നമ്മുടെ ഉള്ളിലൊരു റൊമാൻസിങ് എന്താ മെരിയാണ് ഡ്രൈവിങ് 90% മെരിയാണ് ചെയ്യുന്നത്. മെരിയുടെ കാർ എടുക്കുന്ന അവളാണ് ഡ്രൈവ് ചെയ്യുക. പല ആൾക്കാർ ചോദിക്കുമ്പോൾ ഇത്തവണ ഡ്രൈവിങ് അറിയില്ലേ? എനിക്ക് ഡ്രൈവിങ് അറിയാം. ഞാൻ മെരിക്ക് ഗിഫ്റ്റ് കൊടുത്ത കാറാണ്. അപ്പോൾ അത് അവൾ തന്നെ എപ്പോഴും ഓടിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാനൊരു പ്രൗഡ് ഹസ്ബൻഡായിട്ട് സൈഡിൽ അവിടെ ഇരിക്കും. അന്നേരം നമ്മളിങ്ങനെ കൈയൊക്കെ പിടിച്ച് പല കാര്യങ്ങളൊക്കെ അന്നേരം ഡിസ്കസ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള റൊമാൻസ് ഒക്കെ റൂമിൻ്റെ ഉള്ളിൽ. അയ്യോ അത് പറയണ്ട. ഇല്ല അത് പറയുന്നില്ല. ഓക്കെ, മെരി ബ്ലഷ് ചെയ്യുന്നുണ്ട്. റൊമാൻറ്റിക് ആണെന്ന് ചോദിച്ചാൽ യെസ്, വളരെ വിയേർഡ് റൊമാൻറ്റിക് ആണ് സംടൈംസ്. ഓക്കെ, ആരാണ് ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കോംപ്രമൈസ് ചെയ്യാം? ഓഫ് കോഴ്സ് ഓൾവേസ്. യെസ്. ആൻഡ് മെരി കൂമനെ പോലെ ഇരിക്കും ചില സമയത്ത്. കൂമൻ ഉണ്ടല്ലോ 360 ഡിഗ്രിയിൽ കഴുത്തിങ്ങനെ തിരിയും. പക്ഷേ എങ്കിൽ ഈ ഗേൾസിന് ദേഷ്യം വരുമ്പോഴത്തേക്കും സ്പീഡ് കൂടും. പിന്നെ കേൾക്കാതെ എന്തോന്നറിയില്ല, മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മള് ദേഷ്യം പിടിച്ച ഇംഗ്ലീഷിൽ സംസാരിക്കും. ആൾക്കാരോ വലിയ ഇംഗ്ലീഷുകാർ മണ്ട തെറ്റൊക്കെ ആയിരിക്കും ചിലപ്പം. പക്ഷേങ്കിൽ അതെനിക്കൊന്ന് ബാംഗ്ലൂരിൽ നിന്ന സമയത്ത് നമ്മൾ മലയാളം അന്നേരം എൻ്റെ എല്ലാ ഫ്രണ്ട്സും, എനിക്ക് നാട്ടിൽ ഫ്രണ്ട്സ് വളരെ കുറവാണ്. വളരെ ക്ലോസ് ആയിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സേ ഉള്ളൂ. അപ്പം ബാംഗ്ലൂരിലുള്ള സമയത്ത് എൻ്റെ ഫ്രണ്ട് സർക്കിൾ മുഴുവൻ നോർത്ത് ഇന്ത്യൻസാണ്. അപ്പോൾ ഈവൻ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ കംപ്ലീറ്റ് നോർത്ത് ഈസ്റ്റാണ്. അപ്പം അവരുടെ അടുത്ത് സംസാരിക്കും ഒന്നിക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്, മാക്സിമം ഇംഗ്ലീഷിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് വീട്ടിൽ വരുമ്പം ആ ഒരു കൾച്ചറിനെ നമ്മൾ ഫോളോ ചെയ്യില്ല. അപ്പം മെരിയും അതേ ഡൽഹിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മെരിയും ആ ഒരു ലാംഗ്വേജാണ്. അപ്പം ദേഷ്യം പിടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യമൊക്കെ നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ സംസാരിക്കുന്നത് അമ്മ ഉണ്ടാവില്ല. അമ്മ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയല്ല. അപ്പം അമ്മക്ക് മനസ്സിലാവാണ്ടിരിക്കാനാണ് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചത്. അതിന് അത് ദേഷ്യം പിടിക്കുമ്പോൾ ഇവിടെ നിന്നായാലും ഇപ്പം ഇങ്ങനെ ഇംഗ്ലീഷ് ഹോർമോൺ. പിന്നെ ഇപ്പം മിലിയ ഉണ്ടല്ലോ. പക്ഷെ മിലിയ ഉള്ള സമയത്ത് നമ്മൾ മാക്സിമം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യില്ല, ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. മിലിയൊക്കെ ഒരാൾ വോയിസ് റേസ് ചെയ്യുമ്പം അപ്പം അവൻ അറ്റൻഷൻ മാറും. നമ്മളെ അടുത്തൊക്കെ എന്താ പാപ്പ എന്താ, അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. നമ്മൾ എന്താണോ ഇപ്പം നമ്മൾ പറയുന്നില്ലേ കുട്ടികൾ മുതിർന്നിട്ട് സൊസൈറ്റി അവരെ വിടക്കാക്കി, അതൊന്നല്ല. കുട്ടികൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ കുട്ടി ഒരു ചീത്ത വാക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അത് പഠിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നോ വീട്ടിൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റിയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോഴുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ബേബീസ് ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ ബേബീസ് ഉണ്ടെങ്കിലും അത് നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ഒരു ക്യാപ്ചറിങ് പവർ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ കാട്ടും അപ്പുറമാണ്. പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യും കാര്യങ്ങൾ. നമ്മൾ പോലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുട്ടികളെ വിളിക്കുന്നത് എന്തായാലും അയ്യോ ഇവൻ പഠിച്ചു എന്നുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ ഒഴിവാക്കാൻ നമ്മൾ മിലിയൻ്റെ മുമ്പ് നിന്ന് ഫൈറ്റിംഗ് 0 ലെവലാണ് ഫൈറ്റിംഗ്. ചില സമയത്ത് മനുഷ്യനാണല്ലോ, വോയിസ് റേസ് ആയാൽ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സ്വിച്ച് ഓഫ്. അതൊക്കെ ചെയ്യാറുണ്ട്. ആരാണ് റെഡിയാകാൻ കൂടുതൽ ടൈം എടുക്കുക? ഹലോ എക്സ്ക്യൂസ് മീ, ഞാൻ പറയാം. മെറി 2 മണിക്കൂർ മുന്നേ മേക്കപ്പിന് പോകും. കാരണം എനിക്കറിയാം അവളുടെ ടൈമിങ്. ഓക്കെ, സ്കിന്ന്, ഹെയർ, കോസ്റ്റ്യൂം, ആ ഒരു 3 ലെവലാണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇവളൊരു കോസ്റ്റ്യൂമിൻ്റെ ആ ഒരു പോയിന്റിൽ എത്തുമ്പോഴായിരിക്കും ഞാൻ പോവുക മാറ്റുക. പക്ഷെ അവസാനം കാരണം എനിക്ക് ഇവളെ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ എന്നോട് പറയും ചില സമയം കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാവുക കച്ചറയാവുക. അപ്പം കച്ചറയാകുന്ന സമയത്ത് ഒന്നിക്കൽ ഞാൻ ഇവിടെ ഇട്ട കോസ്റ്റ്യൂം ഞാൻ പറയും ഇതിന് ഇത് മാച്ച് ആവില്ല, അല്ല അതിനതില്ല. എനിക്ക് കുറച്ച് എല്ലാം ഒരു വൈബ്രൻ്റ് ആയിട്ട് ചെയ്യാനാണ് ഇഷ്ടം, കുറച്ച് കൂടുതലായിട്ട് ഓവറാക്കിയല്ല ആൾക്കാർ കാണുന്നത് പോലെ. അപ്പം ഞാനിങ്ങനെ സജഷൻ വരാം. അപ്പം എനിക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ പറയും ഇനി മുതൽ ഞാൻ പറയില്ല, ഞാൻ മാറി നിൽക്കും. ഇത് അവളെന്ന് ഇങ്ങോട്ട് ഇത്തോട്ടാ ഇത് ഓക്കെയാണോ, ഇത്തോട്ട് ഇത് ഓക്കെയാണോ, ഇത് അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ല ഞാൻ പറയൂല. അല്ല അവൾക്ക് തന്നെ അത് മനസ്സിലാകും, ഇത് വേണ്ടേനല്ലേ. ഓക്കെ. ആൻഡ് 2 പേരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ്, മോഡേൺ ഔട്ട്ഫിറ്റ് ആണോ അല്ലെങ്കിൽ സാരി, മുണ്ട് അങ്ങനെയൊക്കെയാണ്? അല്ല, ഇറ്റ് ഡിപ്പെൻസ്. മിത്തേട്ടൻ എന്നാലും അല്ല അങ്ങനെയല്ല, പക്ഷെ കൂടുതൽ ഇഷ്ടം ഓഫ് കോഴ്സ് ട്രഡീഷണൽ ആ ഒരു എനിക്ക് എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഔട്ട്ഫിറ്റ് എന്താണോ ഒക്കേഷൻ അതിനനുസരിച്ചിട്ട് അതിന് മാച്ചായിട്ട് ആപ്റ്റായിട്ട് ദി ബെസ്റ്റായിട്ട് ചെയ്യാവുന്നത്. ട്രഡീഷണൽ ഫങ്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കല്യാണമാണെങ്കിൽ അങ്ങനെ, ഒരു റെഡ് കാർപ്പറ്റ് ഇവൻ്റ് ആണെങ്കിൽ അവിടെ ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും അതങ്ങനെ,
അല്ല ഒരു എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ ഫങ്ഷൻ ആണെങ്കിൽ അങ്ങനെ, അല്ല ഒരു ചില്ലിങ് ഡേ ആണ്, ഔട്ടിംഗ് ആണ്, ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് അങ്ങനെ. അപ്പോൾ ഒക്കേഷണലി എങ്ങനെ ഡ്രസ്സ് ചെയ്യണമെന്നുള്ള ബേസിക് നോളജ് എനിക്കുണ്ട്, മെറിക്കും ഉണ്ട്. അപ്പം ഏത് ഡ്രസ്സും ഇടും. എനിക്ക് നിങ്ങളൊരു ചാക്കിന് 2 കൈ വെച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം അതിടും. പക്ഷെ അത് ഏത് ഒക്കേഷൻ ഇടും എന്നുള്ളത് പ്ലാൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടാവുക. ഏതെങ്കിലും ഒക്കേഷൻ മാറിപ്പോയിട്ട് ഒരു ഓക്വേർഡ് മൊമെന്റ് ഉണ്ടോ ഡ്രസ് ചെയ്തിട്ട്? അതില്ലേ മിത്തോടെ എപ്പോഴും ഭയങ്കര ബിൽഡപ്പ് ചെയ്തു. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുന്നതെന്ന് വെച്ചാൽ മിത്തോടെ ഭയങ്കര ബിൽഡപ്പ് ചെയ്തോ. അവിടെ ആരോ വരുന്നതെന്ന് അറിയോ, അങ്ങനെയാണ് അവിടെ എല്ലാരും നല്ല കോസ്റ്റ്യൂമിലാ വരിക അങ്ങനെ. അപ്പൊ നമ്മള് മുംബൈയിൽ പോയിട്ട് യൂട്യൂബിന്റെ വലിയ ഗൗണൊക്കെ സെൻസറി അറിയാം, ഞാനും മനീഷും. അപ്പൊ സെൻസറിനോട് പറഞ്ഞു നീയും ഗൗൺ ഇട്ടാ മതി, മിറി അങ്ങനെയായിരുന്നു. അപ്പൊ സെൻസറി അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗൗൺ എടുത്തു വെച്ചു. മിത്തോട്ടൻ ഒരു അയ്യോ അതാ കോസ്റ്റ്യൂം ഇപ്പോഴും എനിക്ക് ഇഷ്ടമല്ല മിത്തോട്ടൻ, ഈ ഒരു കളറ് മഞ്ഞ കളറ് ബ്ലേസർ ഇത്രേ ഉള്ളൂ. ഓ വലിയ ബ്ലേസറില്ല, ഇത്രേ ഉള്ളൂ. പാന്റ് ഇവിടെ വീട്ടിൽ വെച്ചിരിക്കുന്നത്. അത് ഇട്ടിട്ട് നമ്മള് മുംബൈയിലെ യൂട്യൂബിന്റെ ഒരു പാർട്ടി ആയിരുന്നു അത്. ആക്ച്വലി ഇറ്റ്സ് കൈൻഡ് ഓഫ് ആഫ്റ്റർ പാർട്ടി ആയിരുന്നു. ഫസ്റ്റ് ഇന്നൊരു പാർട്ടി കഴിഞ്ഞു, പിന്നെ ആഫ്റ്റർ പാർട്ടി പോലത്തെ ഒരു ഇവന്റ് ആയിരുന്നു അത്. അവിടെ എല്ലാവരും കാഷ്വൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. കാഷ്വൽ എന്ന് വെച്ചാൽ അടിച്ചു പൊളിക്കാൻ. കാരണം അവിടെ ഒരു DJ പാർട്ടി പോലത്തെ ഒക്കെ ഒരു സാധനമാണ്. ഷോർട്സും പിന്നെ മുംബൈ ആണല്ലോ, അവരെല്ലാം അങ്ങനത്തെ ഡ്രസ്സാണ്. ഞാനും സെൻസറി മറ്റേ രമേഷ് പിഷാരടി ആ സിനിമയിൽ നടന്നു. അതിലിടക്ക് ഞാനും മനീഷും അതിനാണെങ്കിൽ മഞ്ഞ കളറ് ആരതിലൂടെ പോയാൽ ഇതാരടാ നോക്കുന്ന ഒരു രീതിയിലുള്ള. കാരണം അങ്ങനത്തെ ഒരു ഇവന്റിൽ എല്ലാവരും ഒരു ലെവലിലാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. നോർമൽ ഓക്കെ ഡിഫറെന്റ് ആണ്. പക്ഷെ ഇത് നോക്കുമ്പോൾ എല്ലാവരും ജീൻസും നോർമൽ. ഇത് കാരണം നമ്മളെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളുണ്ടല്ലോ, ആള് പറഞ്ഞത് ഭയങ്കര ഹൈഫൈ പാർട്ടി, ഹൈഫൈ ആണ്. VIP പാസ്സൊക്കെയാണ് നമുക്ക് വന്നത്. നമുക്ക് എൻട്രി ഒക്കെ VIP പാസ് മോളിൽ പോകുമ്പോ അയ്യോ എനിക്ക് ഒന്നും വയ്യ. ഞാൻ എന്റെ ഡ്രസ്സ് നമ്മളറിയില്ല ഇങ്ങനെ ഉടുതുണി അഴിഞ്ഞൊരു അവസ്ഥ, നാണക്കേട് ഉണ്ട്. അത്ര നിനക്ക് തോന്നിയിട്ടില്ല, ഓക്കെ ആയിരുന്നു. അത് എന്റെ കൂടെ നടക്കും ഇങ്ങനെ എല്ലാ ഡ്രസ്സും ഇടും. പക്ഷെ ഞാൻ വേണം കൂടെ നടക്കുള്ളൂ. പിന്നെ നീ ഇല്ലാണ്ട് നമ്മുടെ വീട്ടിലെ ലക്ഷ്മി അല്ലേ, ലക്ഷ്മിനെ ഞാൻ വിട്ടുകൊടുക്കൂല. അതെന്താ പറയാ, ഓ കുറ്റം പറയുമ്പോ അവളെ എനർജി ഒന്ന് ഇത്ര സമയം ഇങ്ങനെ തൂക്കൽ പിടിച്ച കോയിനെ പോലെ. പിന്നെ എന്നെ നോക്കും എന്നെ അങ്ങനെ ആക്കും. ഒരു ഇവന്റിന് പോയണയ്യോ അത് പറയരുത്, അത് വളരെ മോശം. അത് ഏറ്റവും ബെസ്റ്റ് ഔട്ട്ഫിറ്റ് എനിക്ക് ഇതുവരെ തോന്നുന്നു. അത് തയ്ച്ചു കൊടുത്ത ആള് ഒരു മിത്തേട്ടിനെ തിരിഞ്ഞു നോക്കി. ഇല്ല പക്ഷെ അത് അടിപൊളിയായിരുന്നു കേട്ടോ. അത് നേരിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഫാഷൻ സെൻസ് ഇല്ലാത്ത ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ കണ്ണൂർ കോട്ടയിൽ പോയി അയ്യോ എനിക്ക് അതിന്റെ ഫോട്ടോ ഇൻസ്റ്റയിലിട്ട് നോക്കി എന്ത് ഭംഗിയുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാനും മനീഷ് സെൻസറിനെ അറിയാലോ, ഞാനും മനീഷ് ഏതൊക്കെ ഇവന്റിന് പ്ലാൻ ചെയ്ത് പറഞ്ഞാൽ അതൊക്കെ ഫ്ലോപ്പ് ആയിരിക്കും. മനീഷിനെ കണ്ട നമുക്കൊന്നും അങ്ങനത്തെ ഒരു എംബാരസിങ് മൊമെന്റ് അങ്ങനെ ഉണ്ടായില്ല. നമുക്ക് തീരില്ല. ശരിക്കും നമ്മൾ പുറത്തു വരരുത്, നാണൊക്കെ. അതൊക്കെ ഫൺ മൊമെന്റ് ആണ്. അതിനെ നെഗറ്റീവ് ചിന്തിക്കരുത്, പോസിറ്റീവ് ആക്കുക. അതും പോസിറ്റീവ് ആക്കുക. എല്ലാം അങ്ങനെയാണ് കേട്ടോ. അതെ ഇങ്ങനെയുണ്ട് കേട്ടോ. ഓക്കെ മനീഷ് ഇനി ഉണ്ടോ? ആ ഏട്ടാ നമുക്ക് പോവാം. ഇവർ രണ്ടാളെയായിരുന്നു നമ്മളെ വിളിച്ചോണ്ടോ. എനിക്കിത് പറയണം കേട്ടോ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. പറയാൻ പോകുന്നത് ഇല്ല മിത്തോട്ട് ഇങ്ങനെ ആരെങ്കിലും ഒരു ശരിക്കും പൊട്ടനാന്ന് തോന്നുന്നു. ഇങ്ങനെ ക്ലാസ് ഒക്കെ പഠിക്കാൻ പറ്റുന്ന ഭയങ്കര പക്ഷേങ്കിലല്ലേ ആരെങ്കിലും വിളിച്ചു മിത്തു ഇന്നെക്കാണ് എന്ത് പറഞ്ഞല്ലേ മിത്തോട്ട് അല്ലെങ്കിൽ എന്താ വേണ്ടേ അങ്ങനെയാണ് കേട്ടോ. ഒരു ദിവസം ആരോ വിളിച്ചു, കുട്ടി പറഞ്ഞു ഒരു അവാർഡ് ഉണ്ട്.
അതിനുശേഷം അവാർഡ് നോക്കി പേടിയ അതൊക്കെയല്ലേ ഭയങ്കര അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവാർഡുണ്ടോ ഓക്കെ നമുക്ക് അവാർഡുണ്ട് എന്താ ഇതൊന്നുമില്ല ഇത് നമുക്ക് അവാർഡുണ്ട് ചിന്ത ആരും അറിയില്ല ആ ബ്രാൻഡിന്റെ മനസ്സിലായി. ഞാൻ പറഞ്ഞു മിത്രേട്ടാ ഇവർക്കെന്താ ബ്രാൻഡ് ഞാനൊക്കെ ദേഷ്യം പിടിക്കും ചില സമയത്ത്. നമുക്ക് അവാർഡൊക്കെ വരുമ്പോൾ വിളിച്ചിട്ട് പറയില്ലേ മീത്തൻ വെരി കൺഗ്രാജുലേഷൻ. ഇത് അത്ര വാല്യൂബിൾ ആയിരിക്കല്ലേ എന്ന് പറയുന്നു. അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതിന്റെ കൂടെ മനീഷും ഉണ്ടാവും. മനീഷും ഉണ്ടാവും. എന്നിട്ട് ഞാൻ സെൻസറി പൊട്ടന്മാരെ കൂടെ ഇങ്ങനെ ഇവരേത് നേരത്താണോ വരുന്നത്. ഒരു അവാർഡിന് പോയി, ഒരു അവാർഡിന് ഒരു കോഴിക്കോട് ഇത് മനീഷാണ് വിളിച്ചു പറഞ്ഞത് നമുക്ക് രണ്ടാക്കും അവാർഡ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നിയില്ല. പിന്നെ ഇവിടെ മിത്തോട്ട മനീഷുങ്ങൾ വന്നേ പോകുന്നത് ശ്രദ്ധിച്ചോ. അപ്പൊ സെൻസറി ഇവിടൊക്കെ സംസാരിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഓടം കോയറാ മൂലയിൽ ഏതോ മലേന്റെ അവിടെ എത്തുമ്പോ എനിക്ക് പേടി ഇത് അവസാനം നമ്മളെ പറ്റിക്കുന്നതാണോ. നമ്മള് ഒരു വെൽ നോൺ ബ്രാൻഡ് എന്നൊക്കെ പറയുമ്പോൾ നല്ല ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയം കൊച്ചി അങ്ങനെയൊക്കെ അല്ലേ നടത്തുക. ഇതെന്തോ അങ്ങനെ ഒരു പ്ലാസ്റ്റിക്. അപ്പൊ ഒരു പന്തല് കെട്ടിയ പോയിട്ട് ലൊക്കേഷൻ എത്തി. അപ്പൊ ഒരു പന്തല് കെട്ടിയ സ്ഥലം, നമ്മള് കല്യാണത്തിനൊക്കെ പന്തല് കെട്ടില്ല അതുപോലെ കെട്ടിയ സ്ഥലം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെന്തോ ഇവിടെ പന്തലിട്ട് ചിലപ്പോ കല്യാണമായിരിക്കും, നമുക്ക് എന്നാ ഇവിടെ കാരണം മുളയിലാണല്ലോ പന്തലിട്ട് മുളയൊക്കെ ഇങ്ങനെ കെട്ടിച്ചു. അപ്പൊ ഞാൻ എന്നാ നമുക്ക് ഇറങ്ങി ചോദിച്ചോക്കെ എവിടെയെങ്കിലും അടുത്ത് ഓഡിറ്റോറിയം എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ. ഇറങ്ങി പാടും. അതിന്റെ ഭാരവാഹി ഓടി വരുന്നു. ഞാൻ പറഞ്ഞു ഓടിക്കോ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലം നമ്മൾ എവിടേക്ക് കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി അവിടെ പോയി നോക്കുമ്പോ എന്റെ ഭഗവാൻ നമുക്ക് അത് പറയാൻ താല്പര്യമായിരിക്കും ഓരോ കോർഡിനേഷനൊക്കെ ഒരു പിന്നെ അത് വെച്ചാ ഈ സ്റ്റേജിന് എങ്ങനെ ഒരു ജസ്റ്റ് ഒരു സ്റ്റേജ് കെട്ടിട്ട് അതിന്റെ ബാക്കിൽ ഒരു ബാനർ ഒക്കെ കെട്ടിട്ട് അങ്ങനെ അപമാനിക്കുന്നതല്ല. പക്ഷേ എങ്കില് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എംബാരസിംഗ് മൊമെന്റ് ആയിരുന്നു. അല്ല അവരെ പ്രോഗ്രാം അല്ല കുറ്റം പറയുന്നത്, ആ സ്ഥലത്ത് നമ്മൾ പോയ ഗെറ്റപ്പാണ്. അതെ ആ സ്ഥലത്ത് നമ്മൾ പോയ ഒരു ഗെറ്റപ്പാണ്. ഒരു അമ്പലപ്പറമ്പില് നമ്മള് ഭയങ്കര സോട്ടും കൂട്ടൊക്കെ ഇട്ട് നല്ല തിളങ്ങുന്ന ഗൗണൊക്കെ ഇട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു സിറ്റുവേഷൻ. അതായിരുന്നു നമുക്ക് അന്നേരം ഉണ്ടായത്. പക്ഷെ അവാർഡ് ഞാൻ എപ്പോഴും മെറീനോട് പറയുന്നത് വെച്ചാൽ അവാർഡ് എന്തും ആയിക്കോട്ടെ തരുന്നത് ആരും ആയിക്കോട്ടെ, പക്ഷേ ഒരു 10 ആളെ മുമ്പിൽ വിളിച്ച് നമ്മുടെ റെസ്പെക്റ്റോട് കൂടി നമ്മളെ അവിടെ ഇരുത്തി നമുക്കൊരു മൊമെൻറ്റം തരുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അതിപ്പം ഓസ്കാർ ആവണമെന്നൊന്നുമില്ല, ഫിലിം അവാർഡ് ആവണമെന്നില്ല, എന്തും ആയിക്കോട്ടെ 10 ആളെ മുമ്പിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, നമ്മൾ വാല്യൂഡ് ആയിട്ട് അവർ കാണിക്കുന്നുണ്ടോ, സോ വി ആർ ദ വിന്നേഴ്സ്, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഫൺ മൊമെന്റ് ഇപ്പോൾ ആൾക്കാരോ ഇവനൊക്കെ അവാർഡ് കൊടുക്കുന്ന ആളാണ് ചവിട്ടം ചിലപ്പോൾ അങ്ങനെ പറയായിരിക്കും. പക്ഷെ ഇതിന്റെ ഫൺ മൊമെന്റ് എന്ന് പറയുന്നത് നമ്മളെയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ പോയ ആ ഒരു രീതി. പക്ഷെ ചില സമയത്ത് ഇതൊക്കെ ഇപ്പോൾ അന്നേരം നമ്മളത് കാര്യമായിട്ട് എടുത്തത് അതൊക്കെ ഒരു ഫൺ മൊമെന്റ്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഒരുപാട് ചിരിച്ചില്ലേ, അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇനി രണ്ടുപേരും ഇതുപോലെ തന്നെ ഒരുപാട് ചിരിച്ച് തീർന്നോ? ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ ഇത് ഒരുപാട് ടൈം ആയതുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇനിയും ഒരുപാട് സംസാരിച്ചിരിക്കാൻ നല്ല രസമാണ് നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമൊക്കെ കുറച്ചൊരു നെർവസ് ആയെങ്കിലും പിന്നെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നന്നായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ തന്നെ ഉണ്ട് ശരിക്കും. ഇനി ഇതുപോലെ കണ്ണീരൊന്നും കിട്ടാതെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇനി ഒരുപാട് ഹൈറ്റ്സിലെത്തട്ടെ. അത്ര ഇനി മനസ്സിൽ തട്ടി പറയുന്നു, ഇനിയും ഒരുപാട് ഹൈറ്റ്സിലെത്തട്ടെ, ഇനി ഒരുപാട് മൂവീസ് വരട്ടെ, ഒരുപാട് 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 ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മൾ ഇൻ്റർവ്യൂവിൽ ഈ ഒരു വീട്ടിലൊക്കെ വന്നിട്ട് ഇത്ര എഫേർട്ട് എടുത്ത് നമ്മുടെ ഈ ഒരു മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ ചിരി വന്നില്ലെങ്കിലും ചിരിച്ചഭിനയിച്ചത് നല്ല ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് ഇങ്ങനെ ഒരു ഇവിടെ വന്നതും ഇതിനൊക്കെ ആ എഫേർട്ടിനും ഒരുപാട് താങ്ക്സ്. സന്തോഷം. ഓക്കെ.